ബിബിൻ ജോർജ് നായകനായി അഭിനയിച്ച കൂടൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ പോസിറ്റീവായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് പറയാം. അതിനുശേഷം സിനിമ എങ്ങനെയായിരുന്നു എന്ന് പറയാം. അപ്പോൾ ആദ്യം ഒരു കാര്യം പറയാം. ബിബിൻ ജോർജ് സാധാരണ അദ്ദേഹത്തെ കാഴ്ചയിൽ ഒരു ശാരീരിക ബുദ്ധിമുട്ടുള്ള ഒരാളാണല്ലോ. പക്ഷേ അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിന് യാതൊരു അങ്ങനത്തെ ബുദ്ധിമുട്ടും ഇല്ല എന്ന രീതിയിൽ തന്നെയാണ്, തന്നെ അത് ബാധിക്കുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് വളരെ പ്രസന്നമായിട്ട് ആക്ഷനിൽ പോലും ഇറങ്ങിക്കൊണ്ട് അഭിനയിക്കുന്ന ഒരു നടനാണ്. അതേപോലെ തന്നെയാണ് ഈ സിനിമയിൽ ബോബി എന്ന കഥാപാത്രത്തിലൂടെ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അഭിനയത്തെ ഞാൻ മാനിക്കുന്നു. പിന്നെ ഈ സിനിമയിൽ അട്ടപ്പാടിയുടെ പ്രകൃതി ഭംഗി കുറേ കാണിക്കുന്നുണ്ട്. അതേപോലെ ആ ഒരു പ്രകൃതി ഭംഗിയോടനുബന്ധിച്ച് തന്നെ കുറേ മെലഡിക്കായ പാട്ടുകളും ഈ സിനിമയിലുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിരിക്കുന്നത് സിബു സുകുമാരനാണ്. അദ്ദേഹം മെലഡിക്കായ രീതിയിൽ നല്ല മ്യൂസിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രകൃതി ഭംഗിയോടനുബന്ധിച്ച് ആ മെലഡിക്കായ സോങ്ങുകൾ കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. കുറേ പാട്ടുകൾ ഇതിലുണ്ട്. മെയിനായിട്ട് ഈ സിനിമയിൽ ആ പാട്ടുകളാണ് ഉള്ളത്. പിന്നെ സിനിമ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയെ സംബന്ധിച്ച് കുഴപ്പമില്ല എന്ന് പറയാൻ എനിക്കുള്ളത്. ഇനി ഈ സിനിമ എങ്ങനെയായിരുന്നു എന്ന് പറയാം. ഇത് ഞാൻ ശരിക്കും സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് പോസ്റ്ററൊക്കെ കണ്ടപ്പോൾ ഒരു ഫണ്ണിയായ മൂവിയാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. അപ്പോൾ ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ക്രൈമൊക്കെ നടക്കുന്നുണ്ട്. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ആളുമായി ബന്ധപ്പെട്ടാണ് ഈ സിനിമ അങ്ങനെ പുരോഗമിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു കഥ ഇവർ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ തിരക്കഥ വളരെ ദുർബലമാണ്. അപ്പോൾ ഇതൊരു ക്രൈം ത്രില്ലർ മൂവി എന്ന് പറയുമ്പോൾ നമുക്ക് തുടക്കം മുതലേ ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ, ത്രില്ലിംഗ് ആയ കാര്യങ്ങൾ, പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ സിനിമയിൽ വേണം. അവിടെ അവിടെയായിട്ട് ഇവർ കൊണ്ടുവരണം. അതൊന്നും തന്നെ തിരക്കഥയിൽ കൊണ്ടുവരാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പരാജയം. അപ്പോൾ ഇതിൽ ബോബി എന്ന കഥാപാത്രത്തെ ഇതിലെ നായികമാർ അട്ടപ്പാടിയിൽ വെച്ച് കാണുന്നു. അപ്പോൾ ഈ ബോബിക്ക് നൽകിയിരിക്കുന്ന ഡയലോഗുകൾ, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ക്യാമ്പിനകത്തുനിന്ന് പുറത്തേക്ക് വന്നിട്ട് കുറേ ആത്മീയമായ കാര്യങ്ങൾ ഇങ്ങനെ വളരെ പ്രസന്നതയോടെ പറയുന്നു. അത് ആദ്യമൊക്കെ രസമുണ്ട്. പക്ഷേ അദ്ദേഹം വെറുതെ റൂമിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്ന് ഇത് പറയുമ്പോൾ ഏതോ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയ പോലെയാണ് നമുക്ക് ഫീലാകുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിലെ ഒരു നായികയെ ഇവർ വെള്ളത്തേക്ക് തള്ളിയിട്ട് കൊല്ലാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് ആരാണ് ചെയ്തത്, അതിൻ്റെ പുറകിൽ എന്താണ് എന്നൊന്നും പിന്നീട് ഫ്ലാഷ് ബാക്കിലെങ്കിലും ഒന്ന് കാണിക്കാമായിരുന്നു. അതൊന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല. ഈ സിനിമ കാണുമ്പോൾ ശരിക്കും നമുക്കൊരു ക്രൈം ത്രില്ലറായിട്ടേ തോന്നുന്നില്ല. അങ്ങനെയാണ് സിനിമ അങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിലൊരു കൊലയാളിയുണ്ട്, ആ ഒരു കഥാപാത്രത്തിലേക്ക് ഈ സിനിമ എത്തും എന്നൊക്കെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. ആ പ്രതീക്ഷ ഉണ്ടെങ്കിലും അതിനൊരു വീര്യം പോരാത്ത അവസ്ഥയിലാണ് തിരക്കഥ പോകുന്നത്. അവിടെ ഓരോ സെൻറ്റിമെൻസായ കാര്യങ്ങൾ ആ ഒരു കൊലയാളിയിലോ അല്ലെങ്കിൽ മറ്റ് കഥാപാത്രങ്ങളിലോ കുറച്ച് സെൻറ്റിമെൻസായ കാര്യങ്ങൾ, അതേപോലെ ത്രില്ലിംഗ് ആയ അനുഭവങ്ങൾ, സസ്പെൻസ് ആയ കാര്യങ്ങൾ ഒന്നും തന്നെ ഈ സിനിമയിൽ അവർ കരുതിയിട്ടില്ല. പിന്നെ ആകെ കൂടി ഇതിൽ അട്ടപ്പാടിയുടെ ആ പ്രകൃതി ഭംഗി, അതേപോലെ കുറേ സോങ്സ്, അതാണ് മെയിനായിട്ട് കാണുന്നത്. അപ്പോൾ അട്ടപ്പാടിയുടെ പ്രകൃതി ഭംഗി കാണാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പോകുന്നതെങ്കിൽ നേരെ അട്ടപ്പാടിക്ക് പോയാൽ മതിയല്ലോ, സിനിമയ്ക്ക് പോകണ്ടല്ലോ. അപ്പോൾ അത് ഈ സിനിമയുടെ ആ ഒരു പ്രധാന ആ കഥാ തന്തുവിൽ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ല. ഇതിലെ ആ ഒരു കൊലയാളി ഇടയ്ക്കിടയ്ക്ക് ഒരു ലഹരി മരുന്ന് എടുത്തിട്ട്, ഒരു വെളുത്ത പൊടി എടുത്തിട്ട് ഇങ്ങനെ കയ്യിലിവിടെ വെച്ചിട്ട് ഇന്നിങ്ങനെ വലിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ അതൊരു ഭീകരനാണ് എന്ന് തോന്നാൻ വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത്. പക്ഷേ അദ്ദേഹം അതിങ്ങനെ വലിക്കുമ്പോൾ ആ പൊടിയുടെ ഒരു അംശം അല്ലെങ്കിൽ ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു തന്മാത്ര പോലും അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. പകരം പൂച്ച പാല് കുടിച്ച പോലെ അവിടെ മൊത്തം ആക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അത് കാണുമ്പോൾ ഭീകരനായിട്ടല്ല നമുക്ക് തോന്നുന്നത്, ചാർലി ചാപ്ലിനെ പോലെ ഒരു കോമഡി പീസായിട്ടാണ് തോന്നുന്നത്. പിന്നെ വേറൊരു സന്ദർഭത്തിൽ ഇതേപോലെ അങ്ങനെ ആ ലഹരി വലിക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ അത് വലിക്കുമ്പോൾ വീണ്ടും ചിരി വരരുതേ, ഇദ്ദേഹത്തെ ഒരു ഭീകരനായി തോന്നണമേ എന്ന് കരുതി നോക്കി പേടിച്ച് നോക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആ സീനിൽ മര്യാദയ്ക്ക് വലിച്ചു. അപ്പോൾ ആശ്വാസമായി. ചാർലി ചാപ്ലിൻ അല്ല, ഭീകരൻ തന്നെ എന്ന് തോന്നി. അപ്പോൾ
ആ ഒരു സീനിൽ ഇങ്ങനെ മുഖത്തൊക്കെ പൊടിയൊക്കെ ആക്കുന്ന ആ ഒരു സീനിനെ കട്ട് ചെയ്തിട്ട് വീണ്ടും വേറെ ഷൂട്ട് ചെയ്ത് നല്ല രീതിയിൽ കാണിക്കാൻ ഡയറക്ഷൻ മുതിർന്നിട്ടില്ല. സിനിമയുടെ ഇടവേള വരെ ഇവർ അങ്ങനെ അട്ടപ്പാടിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് പിന്നെ ഇടവേളയാകുമ്പോൾ കഥാപാത്രങ്ങളൊക്കെ മാറുന്നുണ്ട്. പിന്നെ ഇടവേളയിൽ നിന്ന് അവിടുന്ന് അങ്ങോട്ട് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള പരാക്രമണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. എന്നിട്ട് അവസാനം ഒരു ക്ലൈമാക്സ് കൊടുത്ത് അവസാനിപ്പിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഒരു നാടകം പോലെ ഉണ്ട് എന്ന് പറയാൻ പോലും പറ്റില്ല. അങ്ങനെ നാടകം പോലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നാടകത്തിന് അപമാനമാണ്. ഒരു സിനിമയുടെ ഒരു സിനിമാറ്റിക് ലെവലിൽ എടുക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്രൈം ത്രില്ലർ മൂവി എന്ന ആ ഒരു സിറ്റുവേഷനിൽ സാധിച്ചിട്ടില്ല. അതേസമയം ഇതിൽ കുറേ പാട്ടും കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാമെന്നല്ലാതെ സിനിമ ഉദ്ദേശിച്ച കാര്യങ്ങൾ ആ ഒരു കഥാപാത്രങ്ങളിലൂടെ കൊണ്ടുവരാൻ ശരിക്ക് ആ ഒരു ത്രില്ലിംഗ് അനുഭവം തരാൻ കഴിഞ്ഞിട്ടില്ല.